എന്താണ് വാട്സപ്പ് ഓട്ടോമേഷൻ? വാട്സപ്പ് മാർക്കറ്റിംഗ് എന്താണ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സപ്പ് ഓട്ടോമേഷനെ പറ്റിയിട്ടാണ്. ഹായ്, ദിസ് റൈസ് കപൂർ ഫ്രം അഡോക്സ് ഡിജിറ്റൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ തന്നെ കാര്യം എന്താണെന്നുള്ളത്. ഓട്ടോമേഷൻ നമുക്ക് പലർക്കും സുപരിചിതമാണെന്ന് ഓട്ടോമേഷൻ എന്നുള്ള വേർഡ്. ഹോം ഓട്ടോമേഷനും ഗേറ്റ് ഓട്ടോമേഷൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഹോം ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി അറിയാം, നമ്മളെ വീട്ടിലത്തെ കറണ്ടിങ് ഐറ്റംസുകളും ഇലക്ട്രിക്കൽ ഐറ്റംസുകളും ഗേറ്റ്സും കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ വരുന്ന സമയത്ത് ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നു, ഇങ്ങനത്തെ സംഭവങ്ങൾ. സോ ഇതിന്റെ തന്നെ വാട്സപ്പ് പതിപ്പാണ് വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ ബിസിനസ്സിൽ റെഗുലർ ആയിട്ട് വാട്സപ്പിലൂടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെയാണ് വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ 1000 കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ ഒരു ഓഫർ നിങ്ങൾക്ക് വാട്സപ്പിൽ അയക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുക, ഈ 1000 ആൾക്കാരുടെയും കോൺടാക്ട് നമ്മളെ ഫോണിലേക്ക് ആഡ് ചെയ്ത് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്പർ അവർ കൂടി സേവ്ഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും എത്താനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൂ. ഇനി അതൊന്നും വേണ്ട, ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1000 ആൾക്കാരിലേക്ക് നമ്മൾ അയക്കണം, അതും ഒരേ മെസ്സേജ് അയക്കണം. എത്ര ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, എത്ര എഫേർട്ട് വേണ്ട പ്രോസസ്സാണ്. സോ ഇതിന് നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻ ഉപയോഗിച്ച് വെരി ഈസിലി, വെരി ടൈം കുറഞ്ഞ്, വെരി എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ വാട്സപ്പ് ഓട്ടോമേഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് API ഉപയോഗിച്ച് വെരി ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും, അതും പേഴ്സണലൈസ്ഡ് മെസ്സേജോട് കൂടിയിട്ട്. സോ ഇതാണ് സിംപ്ലി വാട്സപ്പ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. സോ എന്തിനൊക്കെ നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൾക്കായിട്ടുള്ള മെസ്സേജിങ് എന്നുള്ളത്, അതായത് നമ്മളെ കയ്യിൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഇവരിലേക്ക് എത്താൻ പറ്റും. വളരെ ഈസി ആയിട്ടും വളരെ ചുരുങ്ങിയ നേരം കൊണ്ടും നമ്മളെ വാട്സപ്പ് അക്കൗണ്ട് ഒന്നും ബ്ലോക്ക് ആവാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അതായത് നമ്മളെ കയ്യിൽ 1,00,000 കോൺടാക്ട് ഉണ്ടെങ്കിലും നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഈ 1,00,000 കോൺടാക്റ്റിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. പക്ഷെ അത് ഒറ്റയടിക്ക് പറ്റില്ല. നമ്മൾ ആദ്യം ഒരു 1000 നമ്പറിലേക്ക് അയക്കുന്നു, അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല, സ്പാം റിപ്പോർട്ടിംഗ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ നമ്മളുടെ ഇതിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് തരും. 10,000 ആവും ഒരു ദിവസം അയക്കാൻ പറ്റുന്നത്, പിന്നെ 1,00,000 ആവും, പിന്നെ അൺലിമിറ്റഡ് ആവും. അങ്ങനെയാണ് അത് പോകുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ബൾക്ക് മെസ്സേജിങ് എന്നുള്ളതാണ്. ഇനി ഇതിൽ തന്നെ കുറച്ചധികം നല്ല ഫീച്ചേഴ്സുകൾ ഉണ്ട്. ഒന്ന് പേഴ്സണലൈസ്ഡ് മെസ്സേജിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ നിലവിൽ വാട്സപ്പ് ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക, ഒരു ഓഫറിന്റെ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് നേരെ ഒരു 1000 ആൾക്കാരിലേക്ക് ഒരുമിച്ച് അയക്കുന്നു, അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിന് പകരം എൻ്റെ ഇൻഫർമേഷൻ ഇപ്പോൾ കയ്യിലുണ്ട്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അതിൽ ഫസ്റ്റിൽ തന്നെ നമ്മളെ പേര് കോൾ ചെയ്യുന്നു. ഹായ് റൈസ് എന്നുള്ളൊരു പേര് കോൾ ചെയ്ത് അയക്കുന്ന സമയത്ത് അതൊരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് ആയിട്ട് ഒരാൾ കൺസിഡർ ചെയ്യും. അതായത് അയാൾക്കൊരു റിലേഷൻഷിപ്പ് അതിൽ ബിൽഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആവും. സോ ഇതാണ് ബൾക്ക് മെസ്സേജിങ്ങിൽ തന്നെ വാട്സപ്പ് API ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വാട്സപ്പ് ബിസിനസ് നമുക്ക് എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മളെ CRM സോഫ്റ്റ്വെയറുമായിട്ട് നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ സെയിൽസിന് വേണ്ടി ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് വാട്സപ്പ് ഓട്ടോമേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മെറ്റയിലോ ഗൂഗിളിലോ ഒക്കെ ക്യാമ്പയിൻസുകൾ റൺ ചെയ്യുന്നുണ്ട്, ലീഡ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ നിങ്ങളുടെ ആഡ് കണ്ട് അയാൾ അതിലേക്ക് ലീഡ് തരികയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ അയാൾക്കൊരു മെസ്സേജ് വാട്സപ്പിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രോസസ്സ് പക്ക സ്ട്രാറ്റജി ലെവലിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സെയിൽസ് സ്റ്റാഫിനെ നമുക്ക് കുറക്കാനും, അല്ല എന്നുണ്ടെങ്കിൽ സെയിൽസ് സ്റ്റാഫിന്റെ സമയം ലാഭിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ലീഡ്സിന്റെ ഒക്കെ കൺവേർഷൻ റേറ്റ് കൂട്ടാനും സാധിക്കും. മൂന്നാമത്തെ നമുക്ക് ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRM സോഫ്റ്റ്വെയർസിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ സെയിൽസ് സ്റ്റാഫിന് വേണ്ടി നമ്മൾ CRM സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അതുമായിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമ്മുടെ കസ്റ്റമേഴ്സിനെ സിംഗിൾ ക്ലിക്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമർ നമ്മളെ സെയിൽസ് സ്റ്റാഫ് വിളിച്ചു, ആ സെയിൽസ് സ്റ്റാഫിനോട് 2 ദിവസം കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെ CRM സോഫ്റ്റ്വെയറിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 days കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽസ് സ്റ്റാഫ് ഫസ്റ്റ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വാട്സപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോയിട്ടുണ്ടാവും. സോ ആ ഒരു കസ്റ്റമർക്ക് ആ സെയിൽസ് സ്റ്റാഫിൽ നിന്ന് വിളിക്കും എന്നുള്ളത് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടും ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ലെവലിൽ നമ്മളെ CRM-ൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നാലാമതായിട്ട് നമ്മളെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഈസിലി ഒരാൾ ഒരു പേയ്മെന്റ് ചെയ്തു, ആ കസ്റ്റമറുടെ ഡാറ്റ നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാട്സപ്പിൽ ആ ബില്ല് അയാൾക്ക് സെൻഡ് ആവും. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ പോയിന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പോയിന്റും അതിന്റെ ഇൻഫർമേഷൻസും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത്ര രൂപ കൂടി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സും കൂടി കിട്ടും എന്നുള്ള ഇൻഫർമേഷൻസും എല്ലാം കൊടുത്ത് നമുക്ക് നമ്മളെ സെയിൽസ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ട് കസ്റ്റമർ സർവീസിന്റെ സെക്ഷൻസിൽ വാട്സപ്പ് ഓട്ടോമേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കസ്റ്റമർ സർവീസ് തന്നെയാണ് ഒരു ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ പ്രധാന ഘടകം. പക്ഷെ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് നമ്മളെ കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ അയാളുടെ പേര്, വിവരം, കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ, എന്താണ് പ്രൊഡക്റ്റിന്റെ കംപ്ലൈന്റ്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ശേഷം ഈ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മളെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് അയാളെ കണക്ട് ചെയ്താൽ മതി. സോ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന് ഒരുപാട് സമയം ലാഭിക്കാനും ഈസിലി ഇതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനും സാധിക്കും. ആറാമത്തെ ഒരു യൂസ് കേസാണ് ചാറ്റ് ബോട്ട് എന്നുള്ളത്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് എങ്ങനെ നമ്മളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യും എന്നുള്ളത് പോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസിൽ ഒരു ചാറ്റിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽസ് സ്റ്റാഫിന്റെയോ അല്ലെങ്കിൽ സർവീസ് എക്സിക്യൂട്ടീവിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിന്റെ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എയുടെ കാലത്ത് നമുക്ക് AI ചാറ്റ് ബോട്ടുകളും നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ വാട്സപ്പ് APIയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സർവീസും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമ്മളൊരു AI പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു AI നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ കൊടുത്തോളും. സോ ഇതൊക്കെയാണ് വാട്സപ്പ് ഓട്ടോമേഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള യൂസ് കേസുകൾ. സോ വാട്സപ്പ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലാണ് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ വാട്സപ്പ് ഓട്ടോമേഷനും വാട്സപ്പ് മാർക്കറ്റിംഗും ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്സപ്പ് ഓട്ടോമേഷൻ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.